നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സ് എന്താണ് ബാക്കി വെച്ചത് എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, 982 കോടി രൂപയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നവകേരള സദസ്സിൽ നിന്ന് കണ്ടെത്തിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മാറ്റിവെച്ചത്. കോൺഗ്രസ് MLA-മാർക്കടക്കം ഒരു മണ്ഡലത്തിൽ 7 കോടി രൂപയാണ് നവകേരള സദസ്സിൽ ഉയർന്ന വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നവകേരള സദസ്സ് എന്ത് അവശേഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, നമ്മൾ തന്നെ വിമർശിച്ചിരുന്നതാണ്. പക്ഷേ നവകേരള സദസ്സിൻ്റെ ബാക്കി പത്രം അത് മാത്രമല്ല എന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ ഇടത് സർക്കാർ 1957 അധികാരത്തിൽ വരുമ്പോൾ ഭൂപരിഷ്കരണം ഒരു രാഷ്ട്രീയ പദ്ധതിയായിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് നടപ്പാക്കിയ പദ്ധതി ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയ പദ്ധതിയായിരുന്നു. കേരളത്തിൽ എന്തിന് ടെക്നോ പാർക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നോക്കൂ, വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്ന സമയമാണ്. ടെക്നോ പാർക്ക് കേരളത്തിൽ കൊണ്ടുവന്നത് ഇടതു സർക്കാരാണ്, നയനാർ സർക്കാരാണ്. അതും അന്ന് ആ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോഴും പാർട്ടി നേരിടുന്നൊരു വിമർശനമുണ്ട്. കമ്പ്യൂട്ടർ തല്ലി തകർത്ത പാർട്ടിയല്ലേ ടെക്നോ പാർക്ക്. ഓരോ കാലത്തിനനുസരിച്ച് ആവശ്യപ്പെടുന്ന രീതിയിലായിരുന്നു പാർട്ടിയുടെ തീരുമാനങ്ങൾ അതാത് കാലഘട്ടത്തിലെ സർക്കാർ നടത്തുന്നത്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നുള്ളത് ഒരു പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. അതുതന്നെയാണ് സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. കുങ്കുമപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്കെന്ന് പറയുന്നൊരു പുസ്തകത്തിൽ OV വിജയൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇടതുപക്ഷ സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ 1957 സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നാൽ പാർട്ടി തൊഴിലാളികൾക്കൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമായിരുന്നു 57 ഇടതു സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. പക്ഷേ അതൊരു പാർട്ടി പദ്ധതിയായിരുന്നു 1957 സർക്കാരിൻ്റെ മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോയാണ് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചത്. ഓരോ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും മാനിഫെസ്റ്റോ നടപ്പാക്കാനുള്ളതല്ലോ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് കേട്ടോ നമ്മുടേത്. പക്ഷേ കൊടുത്ത വാഗ്ദാനങ്ങളിൽ 99% കഴിഞ്ഞ 600 വാഗ്ദാനങ്ങളിൽ 900 വാഗ്ദാനങ്ങളിൽ ഏറിയ പങ്കും 99% നടപ്പിലാക്കിയാണ് ഒന്നാം പിണറായി സർക്കാർ തുടർച്ചയിലേക്ക് വരുന്നത്. രണ്ടാം പിണറായി സർക്കാർ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇനി അവശേഷിക്കുന്നത് 100-ൽ താഴെ മാത്രം വാഗ്ദാനങ്ങളാണ്. അത് ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ നടപ്പിലാക്കാൻ പോകുന്ന മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം 90-95% മാനിഫെസ്റ്റോ നടപ്പിലാക്കിയ ഒരേ ഒരു സർക്കാരേ കേരളത്തിലുള്ളൂ. അത് ഇടത് സർക്കാരാണ്. അത് നമ്മളുടെ മുന്നിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്നേ. നമുക്കിത് വാദിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല, കണക്കാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ആരെങ്കിലും ഒരാൾ വെല്ലുവിളിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തന്നെ സമ്മതിക്കാൻ തയ്യാറാണ്. ഇടത് സർക്കാർ മാനിഫെസ്റ്റോ നടപ്പാക്കിയതുപോലെ അത്രയും സ്ട്രൈക്ക് റേറ്റോടുകൂടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ മാനിഫെസ്റ്റോ നടപ്പാക്കിയിട്ടുള്ളൂ. എന്താണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മാനിഫെസ്റ്റോ? എവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കല്ലിട്ടിട്ട് പോയ പദ്ധതികളുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം, പ്രേക്ഷകർക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഈ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കാതെ വികസന പ്രവർത്തനം UDF സർക്കാർ നടത്തിയതിൻ്റെ ഒരു മാതൃക കോട്ടയം നഗരത്തിൽ ഉയർത്തി നിൽപ്പുണ്ട്. നമ്മളതിനെ മനോഹരമായൊരു പേരിട്ടിട്ടുണ്ട്, ആകാശപാത എന്നാണ്. ആർക്കു വേണ്ടി ആകാശപാത ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ജനങ്ങളിൽ നിന്നൊരു അഭിപ്രായം എടുത്തോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകാശപാതയുമായി വരുന്നതിനൊപ്പം ഇന്നും ഇങ്ങനെ കുറേ ഇരുമ്പ് പാളികളിൽ ഇരുമ്പ് കമ്പികളിൽ നിൽപ്പുണ്ട് ആകാശപാത. ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. സർക്കാർ ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ജനാധിപത്യത്തിൻ്റെ സുന്ദരമായ ആശയങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആവർത്തിക്കുന്നു, ഈ 4 ചോദ്യങ്ങളിലൊന്നും ഇടത് സർക്കാരിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ചോദ്യങ്ങളല്ല. ഒന്ന്, വികസന പദ്ധതികൾ സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? ഇടത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ പരിപാടി മെച്ചപ്പെടുത്താനുള്ള പരിപാടിയാണോ? കഴിഞ്ഞ 10 വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കിഫ്ബി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമോ, അതുവഴി നിങ്ങളുടെ റോഡുകൾ വികസിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതികൾ നടപ്പിൽ വരുമ്പോൾ അവർക്കുള്ള വിമർശനം രേഖപ്പെടുത്താനുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ എന്ന ചോദ്യമല്ല. പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആരംഭിക്കുന്നുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാം, ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ വേണം? നോക്കൂ, കേരളം കൊണ്ടുവന്ന ചരിത്രപരമായൊരു കാര്യമായിരുന്നില്ലേ 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം പ്രതിമാസം. സ്മൃതി, നോക്കൂ, നമ്മുടെ വീടകങ്ങളിൽ ഒരു പണിക്കും പോകാൻ കഴിയാതെ, മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയാതെ വീട്ടുവേലകളിൽ തളച്ചിടപ്പെട്ടിരുന്ന നമ്മളുടെ സ്ത്രീകൾക്ക്, യുവതികൾക്ക് 1000 രൂപ വീതം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഔദാര്യമായിട്ട് കൊടുക്കുന്നതല്ല, അത് സ്ത്രീകളുടെ വേലയില്ലാ കൂലി എന്ന് പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ അവസ്ഥയെ മാറ്റാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ലളിതമായൊരു ചുവടുവയ്പ്പാണ്. നിങ്ങളുടെ കയ്യിൽ 1000 രൂപ കിട്ടുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കേണ്ട, ആ കുടുംബത്തോട് ചോദിക്കേണ്ട, അതെങ്ങനെയാണ് നിങ്ങൾ പൾസ് കിട്ടുക, അത് 1000 രൂപ മതിയോ?
തീർച്ചയായിട്ടും ഇത് ചെല്ലുന്ന റെസ്പോൺസിനോട് പറയും അത് 1000 രൂപയിൽ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പല തലങ്ങളിലുള്ള വിവേചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ക്രൂരമായ വിവേചനങ്ങളിലൊന്നാണ് സാമ്പത്തിക വിവേചനം. ആ സാമ്പത്തിക പരാധീനതയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ സർക്കാർ കൊണ്ടുവന്ന പരിപാടിയായിരുന്നില്ലേ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന പദ്ധതി. ആ വർക്ക് നിയർ ഫ്രം പദ്ധതി വലിയ പ്രതികരണമല്ലേ ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കുന്നത്? എങ്ങനെയാണ് അത് സാധ്യമാവുന്നത്? ഈ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിലിൻ്റെ തൊട്ടടുത്ത് ഒരു വർക്ക് സ്പേസ് കിട്ടുകയാണ്. അവർക്ക് ബാംഗ്ലൂരോ മറ്റു സ്ഥലങ്ങളിലോ പോയി പണിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികളുള്ള ഫീഡ്ബാക്ക് സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ ഈ സർവേ കൊണ്ട് ഉദ്ദേശിച്ചത്. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊരു ചോദ്യം ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എതിർക്കാം. സ്മൃതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിന് വേണ്ടിയല്ലല്ലോ ഈ സർവേ വന്നിരിക്കുന്നത്. അങ്ങനൊരു ചോദ്യം കാണിക്കാൻ പറ്റുമോ? ഈ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രി ഏത് എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ടോ? ഈ ചോദ്യത്തിൽ ഏതാണ് പാർട്ടിയുടെ ക്യാമ്പയിൻ? ക്യാബിനറ്റിന്റെ മുമ്പിൽ വരുമ്പോൾ ബാറുകൾ അനുവദിക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് സംസ്ഥാനത്തെ പാർട്ടിക്കൊരു തീരുമാനവും സംസ്ഥാനത്തെ ബാർ മന്ത്രി അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രിക്കൊരു തീരുമാനവും സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിക്കൊരു തീരുമാനവും മുഖ്യമന്ത്രിക്കൊരു തീരുമാനവും ഉണ്ടായിരുന്നൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ഇടത് സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ തീരുമാനം ഉണ്ടാവില്ല. കാരണം പാർട്ടിയുടെ നയങ്ങൾക്കനുസരിച്ചാണ് പാർട്ടിയുടെ സർക്കാർ പ്രവർത്തിക്കുക. അതിനാണ് പാർട്ടി പരിപാടികളുള്ളത്, പാർട്ടി മാനിഫെസ്റ്റോ കൊണ്ടുവരുന്നത്. ആ മാനിഫെസ്റ്റോ നടപ്പിലാക്കാനാണ് ഇടതുപക്ഷ സർക്കാർ പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ, ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനാണ് ഈ സർക്കാർ നിലവിലിരിക്കുന്നത്. ഏതെങ്കിലും വ്യവസായിയുടെ ബാർ വ്യവസായിയുടെ തീരുമാനം നടപ്പിലാക്കാനല്ല സർക്കാർ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഈ നാട്ടിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കരുതെന്നും അതിദാരിദ്ര്യമുക്തമാവണം എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിൻ്റെ തീരുമാനമാണ്. ഇവിടുത്തെ മനുഷ്യർ ഭൂരഹിതരാവരുതെന്നുള്ളതും അവർക്ക് പട്ടയം കിട്ടണമെന്നുള്ളതും ഇടതു പാർട്ടികളുടെ നയമാണ്. ഇവിടുത്തെ മനുഷ്യർക്ക് അവർക്ക് കൂരകൾ വേണമെന്നുള്ളതും അവർക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി നടപ്പാക്കണമെന്നുള്ളതും ഇടതു പാർട്ടിയുടെ നയമാണ്. ഇവിടെയുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെ സാമ്പത്തിക പരാധീനത അവർക്ക് ഒഴിവാക്കണമെന്നുള്ളത് ഇടതു പാർട്ടിയുടെ നയമാണ്.